നമസ്കാരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തിയുണ്ടാകുന്ന ഒരു ചരിത്രമുണ്ട്, അതിൻ്റെ സംഭവഗതികളുണ്ട്. അതിനോട് ബന്ധപ്പെടുത്തി വരുന്നൊരു ചരിത്രം തന്നെയാണ് നമ്മളിവിടുന്ന് കൈകാര്യം ചെയ്യുന്നത്. അതിനോട് ബന്ധപ്പെടുത്തി വരുന്ന ചരിത്രത്തോട് ബന്ധപ്പെടുത്തി ആ ഒരു വിഷയത്തോട് ബന്ധപ്പെടുത്തി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സോമനാഥയിൽ നിന്നും അയോധ്യയിലേക്കുള്ള ദൂരം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം. 1990 കാലഘട്ടങ്ങളിൽ സോമനാഥയിൽ നിന്നും അയോധ്യയിലേക്ക് LQ അധ്യയനയുടെ കീഴിൽ ഒരു രഥയാത്ര നടത്തുന്നുണ്ട്. ആ രഥയാത്രയോട് ബന്ധപ്പെടുത്തി ഇന്ത്യയിലെ സംസ്കാരത്തിനും അതുപോലെ രാഷ്ട്രീയ മേഖലയിലും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ചരിത്രമാണ് നമ്മൾ ഇന്നോട് പറയുന്നത്. അത് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ആ രഥയാത്രയോട് ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങളുടെ ഉത്ഭവം അല്ലെങ്കിൽ ആ രഥയാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് സോമനാഥയിൽ നിന്നാണ്. അപ്പോൾ LQ അദ്വാനിയെ പോലുള്ള അല്ലെങ്കിൽ BJPയോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു വിഭാഗത്തിന് സോമനാഥ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് രാഷ്ട്രീയമായ മതപരമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ യാത്രയുടെ അവസാനം 1992 ഡിസംബർ മാസം 6-ാം തീയതി അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ആ ഒരു യാത്രയോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇത്തരം കർഷകരെ മുൻനിർത്തിക്കൊണ്ട് അതൊരു കർമ്മ പദ്ധതിയിലേക്ക് അവർ നീങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും സോമനാഥയോട് ബന്ധപ്പെടുത്തി വരുന്ന ആ ചരിത്രം മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട ആ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സോമനാഥ് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമുണ്ട്, വെരാവൾ എന്ന് പറയുന്ന ഒരു തുറമുഖം. ആ തുറമുഖ തീരത്ത് വളരെ പ്രൗഢിയോട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിന്നൊരു ഒരു സമുച്ചയം അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്ര സമുച്ചയമായിരുന്നു സോമനാഥ് എന്ന് പറയുന്നത്. എന്തായിരുന്നു സോമനാഥയുടെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള തീരങ്ങളിൽ ഉണ്ടാകുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ആ സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടത്തിലൂടെ സമ്പന്നരായ അറബികളുണ്ട്, അതുപോലെ ഗ്രീക്ക് ജനതയുണ്ട്, റോമൻ ജനതയുണ്ട്, ഈജിപ്ഷ്യൻ ജനതയുണ്ട്. ഇത്തരം ജനവിഭാഗങ്ങളെല്ലാം ആ സ്പൈസസിനോട് ബന്ധപ്പെടുത്തി വരുന്ന അവരുടെ ഉന്നതിയിലേക്ക് നീങ്ങുമ്പോൾ ആ കച്ചവട കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഇടത്താവളമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു മേഖല കൂടിയായിരുന്നു വെറാവലിനോട് ബന്ധപ്പെടുത്തി വരുന്ന ഈ ഗുജറാത്തിന്റെ മേഖല. ആ ഗുജറാത്തിന്റെ മേഖലയിൽ നിന്നുകൊണ്ടാണ് സോമനാഥയുടെ ചരിത്രം മുന്നോട്ട് നീങ്ങുന്നത്. ആ സോമനാഥയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് അതിസമ്പന്നമായ കച്ചവട കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് വരുന്ന മുതലുകളുണ്ട്, അതിലേക്ക് കടന്നു വരുന്ന ദാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓരോ രാജാക്കന്മാരും സംഭാവന ചെയ്യുന്ന വില കൂടിയ വസ്തുക്കളുണ്ട്. ഇതെല്ലാം ഒരു ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുകയാണ്. ആ ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന സ്വത്തുവകകൾ കൈക്കലാക്കാൻ വേണ്ടി മുഹമ്മദ് ഓഫ് ഗസ്നി എന്ന് പറയുന്ന ഒരു അഫ്ഗാൻ ഭരണാധികാരി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വന്ന് 1026 ഈ ക്ഷേത്രം കൊള്ളയടിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, ഈ മുഹമ്മദ് ഓഫ് ഗസ്നിയുടെ ചരിത്രം എന്താണെന്നുള്ളതാണ്. മുഹമ്മദ് ഓഫ് ഗസ്നിയുടെ ചരിത്രം തേടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചരിത്രം ചെന്നെത്തുന്നത് പേർഷ്യൻ സംസ്കാരത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ആൾട്ടായ് പർവ്വതത്തിന്റെ റീജിയനോട് ബന്ധപ്പെട്ട് വരുന്ന അതുപോലെ ഉണ്ടാകുന്ന അതല്ലെങ്കിൽ കിഴക്കൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രദേശങ്ങളിലും അതിർത്തികളിലും രൂപപ്പെട്ടിട്ടുള്ള പുതിയ ഇസ്ലാമിക ഭരണാധികാരികളുടെ കീഴിൽ അവരെ സേവിച്ചുകൊണ്ട് അവരുടെ തനതായ സംസ്കാരം നിലനിർത്താൻ വേണ്ടി യുദ്ധം തൊഴിലാക്കിയ ഗോത്ര വിഭാഗങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഗസ്നവിഡ് സാമ്രാജ്യം. അതായത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഒട്ടോമൻ തുർക്കികളുടെ ചരിത്രത്തിലും അതുപോലെ തന്നെ സെൽജൂക്ക് തുർക്കികളുടെ ചരിത്രത്തിലും എന്താണോ പറയാൻ പറ്റുന്നത് അത് തന്നെയായിരുന്നു ഗസ്നവികളുടെ ചരിത്രത്തിലും നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒട്ടോമൻ തുർക്കികൾ എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന ഇസ്ലാമിക ഭരണാധികാരികൾക്ക് വേണ്ടി യുദ്ധം ഒരു തൊഴിലായി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കീഴിൽ യുദ്ധം ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനത്തിലൂടെ ആ ഗോത്ര സമൂഹം മുന്നോട്ട് വരികയും അവരുടെ ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒട്ടോമൻ തുർക്കികളുടെ ചരിത്രം മുന്നോട്ട് പോകുന്നത്. സെൽജൂക്കികളുടെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഗോത്രജീവിതം നയിക്കുന്ന കന്നുകാലികളെ വളർത്തി ജീവിച്ചിരുന്ന ഒരു വിഭാഗം പിൽക്കാലത്ത് ഇസ്ലാമിക ഭരണാധികാരികൾ കിഴക്കൻ ഇസ്ലാമിക രാഷ്ട്രത്തോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഏഷ്യയുടെ കിഴക്കൻ മധ്യേഷ്യയുടെ ഭാഗങ്ങളായിട്ട് വരുന്ന ഇറാന്റെ ഭാഗങ്ങളായിട്ട് വരുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു അധികാരം വ്യാപിപ്പിക്കുമ്പോൾ അതുവരെ അവർക്ക് പുതിയൊരു മാർഗം കിട്ടുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ട് അവർ ഉപജീവനം നേടാം. അങ്ങനെ വരുന്ന വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു ഈ തുർക്കിയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഗസ്നവിയോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു വിഭാഗം. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഗസ്നവിഡ് സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഒരു അലകൽ അല്ലെങ്കിൽ അതിനൊരു വേര് എവിടെയാണ് ചെന്നെത്തുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പേർഷ്യയിൽ തന്നെയാണ്. പേർഷ്യയിൽ സമാനിത് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. സമാനിത് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ സുന്നി വിഭാഗക്കാരായിട്ടുള്ള വിശ്വാസികളായിരുന്നു. അതായത് സൊറാസ്ട്രിയൻ മതത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പേർഷ്യയിൽ ഇസ്ലാമിക വിശ്വാസം, സുന്നി വിശ്വാസം,
അതാണ് എടുത്തു പറയേണ്ടത്. ഇസ്ലാമിക വിശ്വാസം അതിന്റെ ഭാഗമായിട്ടുള്ള സുന്നി വിശ്വാസം പുണർന്നുകൊണ്ട് ഒരു ഭരണാധികാരം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് അറബ് സംസ്കാരത്തിന് എതിരായിക്കൊണ്ട് പേർഷ്യൻ ഭാഷയെ മുൻനിർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്കാരത്തിന്റെ അടയാളമാണ് സമാനിത് സാമ്രാജ്യത്തിൽ കാണുന്നത്. ആ സമാനിത് രാജാക്കന്മാർക്ക് കീഴിൽ നേരത്തെ പറഞ്ഞ പോലെ അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധം തൊഴിലായിട്ടുള്ള, യുദ്ധം ചെയ്താൽ അവർക്ക് വരുമാനം കിട്ടും, ഉപജീവന മാർഗം കിട്ടും, അങ്ങനെ യുദ്ധം തൊഴിലാക്കിയിട്ടുള്ള ഒരു സമൂഹം ഈ സമാനിത് റൂളേഴ്സിന്റെ ഒപ്പം നിലനിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുർക്കി വംശജനായിട്ടുള്ള ഒരാളായിരുന്നു ആർട്ടിജൻ എന്ന് പറയുന്നത്. ആ ആർട്ടിജൻ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ, അദ്ദേഹത്തിന്റെ യുദ്ധശേഷിയെല്ലാം കഴിയുന്ന അല്ലെങ്കിൽ അവസാനിക്കാറായ ഒരു കാലഘട്ടത്തിൽ റിട്ടയർമെന്റിലേക്ക് എത്തുന്ന സമയത്ത് പേർഷ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ആ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം ഗസ്നിയിലേക്ക് വരികയാണ്. ഗസ്നി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശമാണ്. ആ ഗസ്നിയിൽ വന്ന് ഗസ്നിയെ കീഴടക്കിക്കൊണ്ട് അദ്ദേഹം ആ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സാമ്രാജ്യത്തിന് ചെറിയൊരു രൂപം മാത്രമേ ഉള്ളൂ, ചെറിയൊരു രാജവംശം, സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ചെറിയൊരു രാജവംശത്തിന്റെ ഈ പറയുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഗസ്നിയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുക്കൽ തുടങ്ങിയാണ്. അദ്ദേഹത്തിന്റെ പുത്രിയുടെ ഭർത്താവായിട്ടുള്ള സാബുക്തിജ് എന്ന് പറയുന്ന ഒരു റൂളറുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹവും ഈ പറയുന്ന തുർക്കി ഗോത്രജനായിട്ടുള്ള അടിമയായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ഒരു വക്താവായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് ഗസ്നവിഡ് സാമ്രാജ്യത്തോട് ബന്ധപ്പെടുത്തി വരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പേർഷ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സമാനിത് സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങൾ കൂടി, പേർഷ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന സമാനിത് സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങളിലൂടെ അദ്ദേഹം കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ സമാനിത് സാമ്രാജ്യത്തിന്റെ സാമന്തന്മാരായിട്ട് ഗസ്നിയോട് ബന്ധപ്പെടുത്തി വന്ന ഗസ്നവികൾ പേർഷ്യയിലെ സമാനിത് സാമ്രാജ്യത്തെയും തകർത്തുകൊണ്ട് ഏഷ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി കേന്ദ്രീകരിച്ചുകൊണ്ട് ബൃഹത്തായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു മുഹമ്മദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പുത്രനായ ഇസ്മയിൽ. ഈ ഇസ്മയിലും മുഹമ്മദും തമ്മിൽ അധികാരത്തിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു യുദ്ധമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഗസ്നിയിൽ വെച്ച് രണ്ട് സഹോദരന്മാരുടെ ബന്ധത്തിലുണ്ടാകുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തോട് ബന്ധപ്പെടുത്തി മുഹമ്മദ് ഇസ്മയിലെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് അഫ്ഗാനോട് ബന്ധപ്പെടുത്തി വരുന്ന ഗസ്നിയോട് ബന്ധപ്പെടുത്തി വരുന്ന തുർക്കികളോട് ബന്ധപ്പെടുത്തി വരുന്ന സാമ്രാജ്യത്തിന് അധിപൻ മുഹമ്മദായി മാറുകയാണ്. അങ്ങനെയാണ് ഗസ്നിയിലെ മുഹമ്മദ് ഓഫ് ഗസ്നി എന്ന രീതിയിൽ ചരിത്രം മുന്നോട്ട് പോകുന്നത്. ഈ മുഹമ്മദ് ഓഫ് ഗസ്നി 1026 ഇന്ത്യയിലേക്ക് പടയോട്ടം നടത്തുകയാണ്. 17 വട്ടം അദ്ദേഹം ഇന്ത്യയിലേക്ക് പടയോട്ടം നടത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് 1026 സോമനാഥയോട് ബന്ധപ്പെടുത്തി വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുജറാത്തിന്റെ വെരാവൾ തീരത്തുള്ള സമുദ്രത്താൽ സംരക്ഷിക്കപ്പെട്ട ആ പ്രദേശത്തെ കൊള്ളയടിക്കുകയാണ്. അളവറ്റ സമ്പത്തുമായിട്ടാണ് മുഹമ്മദ് ഓഫ് ഗസ്നി ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. മാത്രമല്ല അതിനോട് ബന്ധപ്പെടുത്തി വരുന്നത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പ്രദേശത്തുള്ള, ഇന്ത്യയുടെ വടക്കിഴക്കൻ പ്രദേശത്തുള്ള ഒരുമിക്ക ക്ഷേത്രങ്ങൾ അദ്ദേഹം കൊള്ളയടിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അളവറ്റ സമ്പത്തുമായിട്ട് ഗസ്നിയിലേക്ക് പോകുന്ന അദ്ദേഹം അതിനുശേഷം ഇറാന്റെ മറ്റു പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. സൈസ്താൻ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും മറ്റു പ്രദേശങ്ങളുടെ സമ്പത്തുകൾ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം അതൊരു ജീവിത ലക്ഷ്യമായിട്ട് നടക്കുന്ന ഒരു വിഭാഗം കൊള്ള മുതലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാമ്രാജ്യം വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ക്ഷേത്രം കൊള്ളയടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ട് അല്ലെങ്കിൽ മുഹമ്മദ് ഓഫ് ഗസ്നി ഇതിനെ കണ്ടത്? അഫ്ഗാനിസ്ഥാൻ മേഖലയോട് ബന്ധപ്പെട്ട് വരുന്ന, ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിൽ ഒരിടത്തും തന്നെ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ക്ഷേത്ര നഗരങ്ങൾ കാണാൻ പറ്റില്ല. കാരണം അതിസമ്പന്നമായ ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. രത്നദാത്രി എന്ന് പറയുന്നത്, രത്നങ്ങളുടെ വിളഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പൈസസിന്റെ വിളഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിന്റെയും അതുപോലെ തന്നെ ഏഷ്യയുടെ ഇസ്താംബുളിന്റെ പ്രദേശങ്ങളെല്ലാം ഇത്തരം വസ്തുക്കളുടെ ഇടനിലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇടനിലങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം വസ്തുക്കൾ യൂറോപ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കച്ചവടത്തിലുണ്ടാകുന്ന സമ്പത്തിലൂടെ സമ്പന്നമായ ജനതകളായിരുന്നു ഇവരെല്ലാം. വെനീഷ്യൻ ചരിത്രം പറയുന്നതാണ്, റോമിന്റെ ചരിത്രം പറയുന്നതാണ്, അതുപോലെ അലക്സാണ്ടറിന്റെ ചരിത്രത്തിലും ഇത്തരമൊരു കാര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് സ്പൈസസിനാൽ സമ്പന്നമായ ഒരു പ്രദേശത്ത്, ആ പ്രദേശത്തോട് ബന്ധപ്പെടുത്തി വരുന്ന രാജാക്കന്മാരുണ്ട്. ചാലുക്യ രാജാക്കന്മാരുടെ ചരിത്രം എടുത്തു നോക്കാം. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ചാലുക്യന്മാരാണ്. ആ
ആ ചാലുക്യന്മാർ രാജാക്കന്മാർ വല്ലാത്ത രീതിയിൽ അതിസമ്പന്നമായ സംഭാവനകൾ നൽകി. അതുപോലെ തന്നെ അവിടെ വരുന്ന തീർത്ഥാടനത്തോട് വരുന്ന ആൾക്കാർ നൽകുന്ന സംഭാവനകളുണ്ട്, പാരിതോഷികങ്ങളുണ്ട്, അതുപോലെ ദൈവത്തിന് സമർപ്പിക്കുന്ന കാണിക്കകളുണ്ട്. ഇതിന്റെ എല്ലാം വിളഭൂമി അല്ലെങ്കിൽ സംരക്ഷിത പ്രദേശമായിരുന്നു സോമനാഥ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിസമ്പന്നമായ ഒരു പ്രദേശം മുഹമ്മദ് ഗസ്നിയുടെ കണ്ണിൽ അതുവരെ ഇല്ലാത്തൊരു പടയോട്ടത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചറിയുകയാണ്. അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ ഇതുപോലൊരു സമ്പത്ത് അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ പറ്റില്ല. കാരണം അഫ്ഗാനിസ്ഥാനോട് ബന്ധപ്പെടുത്തി നിൽക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, അതായത് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അധികം എതിർപ്പുകളില്ലാതെ തന്നെ അദ്ദേഹത്തിന് അത് വീണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സോമനാഥയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദു മതവിശ്വാസവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് സോമനാഥ് എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ സോമനാഥയോട് ബന്ധപ്പെടുത്തി വരുന്ന ആ പ്രദേശത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. സോമനാഥ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രഭാസ പട്ടണം അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിൽ അതിനെ പറയുന്നുണ്ട്. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, വാമന പുരാണത്തിൽ പറയുന്നുണ്ട്, അതുപോലെ മറ്റു പുരാണങ്ങളിലെല്ലാം തനതായ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഈ പ്രഭാസ പട്ടണം അല്ലെങ്കിൽ പിൽക്കാലത്ത് സോമനാഥ് എന്നറിയപ്പെടുന്നത്. അവിടെ ശിവനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ആരാധനക്രമമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാവുന്ന അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഫറൂഖി സിസ്താനി എന്ന് പറയുന്ന ഒരു സമകാലികനുണ്ട്. മുഹമ്മദ് ഗസ്നിയുടെ സമകാലികനാണ് ഫറൂഖി സിസ്താനി എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനൊരു മറ്റൊരു വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കച്ചവട കേന്ദ്രം എന്ന നിലയിൽ സോമനാഥ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സോമനാഥ ആക്രമിക്കാനായിട്ടുള്ള പ്രധാന കാരണത്തെ പറ്റി സിസ്താനി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറേബ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന, മക്കയോട് ബന്ധപ്പെടുത്തി വരുന്ന, കാബയോട് ബന്ധപ്പെടുത്തി വരുന്ന 360ഓളം വരുന്ന ബിംബങ്ങളെ മക്ക കീഴടക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ കൽപ്പന പ്രകാരം മുസ്ലിങ്ങൾ തല്ലി തകർക്കുന്നുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ത്രീകളോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ 3 ഫീമെയിൽ ഡീറ്റികളുണ്ട്. മനാത്ത്, ലാത്ത, ഉസ എന്ന് പറയുന്നത് അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാമൂർത്തിയായിരുന്നു മനാത്ത് എന്ന് പറയുന്നത്. ആ മനാത്ത് എന്ന് പറയുന്ന ദേവതയെ കച്ചവടക്കാരായ അറബികൾ ഈ പറയുന്ന പ്രദേശത്ത് കൊണ്ട് സ്ഥാപിച്ചു. അപ്പോൾ മുഹമ്മദിനെ സംബന്ധിച്ച്, മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇസ്ലാം മതത്തോട് ബന്ധപ്പെടുത്തി തല്ലി തകർക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ തല്ലി തകർത്തെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഇന്ത്യയിലെ സോമനാഥ ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ബിംബങ്ങൾ തച്ചുടയ്ക്കേണ്ടത് ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം, ഇസ്ലാമിന് വേണ്ടി ആയുധമെടുത്തിട്ടുള്ള ഒരു പോരാളിയുടെ ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിലാണ് സിസ്താനി പറയുന്നത്. സോമനാഥയോട് ബന്ധപ്പെടുത്തി വരുന്ന ഇത്തരം പിടിച്ചെടുക്കളുടെ ചരിത്രം ഫെരിഷ്ട കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫെരിഷ്ട എന്ന് പറയുന്നത് നമുക്കറിയാം പേർഷ്യൻ ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ ജെ ബ്രിക്സ് ഹിസ്റ്ററി ഓഫ് ദ റൈസ് ഓഫ് മുഹമ്മദൻ പവർ ഇൻ ഇന്ത്യ എന്ന പേരിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത്തരം ബുക്കുകൾ വായിക്കുമ്പോൾ അത്തരം ബുക്കുകളോട് ബന്ധപ്പെടുത്തി തന്നെയാണ് അലക്സാണ്ടർ ഡോവ് ദ ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ചരിത്രം എഴുതിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഫെരിഷ്ട എഴുതിയ ചരിത്രം അത് പേർഷ്യൻ ഭാഷയിലുള്ള ചരിത്രം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയാണ്. ആ തർജ്ജമ ചെയ്തപ്പോൾ സോമനാഥിയോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ചരിത്രം യൂറോപ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ യൂറോപ്യന്മാർ അതിനെപ്പറ്റി മനസ്സിലാക്കുകയാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ ഇടയിൽ ഫെരിസ്തയോട് ബന്ധപ്പെടുത്തി വരുന്ന ചരിത്രം എല്ലാവരുടെ ഇടയിലേക്കും എത്തപ്പെടുന്ന രീതിയിലേക്ക് വന്നപ്പോൾ മുഹമ്മദ് ഗസ്നിയോട് ബന്ധപ്പെടുത്തി സോമനാഥിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു വർഗീയപരമായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് സ്ഥാപിക്കുന്നത്. അതായത് ഇന്ത്യയിലെ തനതായ ഒരു ജനവിഭാഗത്തിന്റെ സംസ്കാരം തകർക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം തകർത്തുകൊണ്ട് ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് മുഹമ്മദ് ഗസ്നിയോട് ബന്ധപ്പെടുത്തി വരുന്ന ചരിത്രം പിൽക്കാലത്തെ ഇംഗ്ലീഷുകാരോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് ബന്ധപ്പെടുത്തി വരുന്ന മേഖലകളിലെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വില്യം ജോൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. വില്യം ജോൺസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭാഷകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വില്യം ജോൺസിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരമാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട ഒരു സംസ്കാരമാണ്. വില്യം ജോൺസ് ഇന്ത്യയിലെ ഭാഷകളെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നത് സംസ്കൃതം എന്ന് പറയുന്ന ഒരു ഭാഷ, ആ ഭാഷയുടെ മൂലകുടുംബം യൂറോപ്യൻ ഭാഷയുടെ മൂലകുടുംബത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പറയുന്നത്. അതായത് ഇംഗ്ലീഷ് ഭാഷയും റോമൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും എല്ലാം തന്നെ അതിന്റെ മൂലകുടുംബത്തിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ആ മൂലകുടുംബത്തിലെ ഒരു അംഗമാണ് സംസ്കൃത ഭാഷ എന്നുള്ളതാണ്. അതായത് അവരുടെ സംസ്കാരത്തിന്റെ ഒരു
ഒരു വക്താവ് തന്നെ അല്ലെങ്കിൽ അതിന്റെ ശാഖയാണ് സംസ്കൃതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ വിഭാഗം എന്നാ പറയുന്നത്. അതുപോലെ നമുക്കറിയാം മാക്സ് മുള്ളർ പറയുന്നത് ഇന്ത്യയിലെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരമാണ്. ഹിന്ദു സംസ്കാരം മാത്രമല്ല, അത് ബ്രാഹ്മണ സംസ്കാരം മാത്രമല്ല, അത് സംസ്കൃത സംസ്കാരമാണെന്നാണ് പറയുന്നത്. അതായത് മാക്സ് മുള്ളറിനെ പോലുള്ള ഇംഗ്ലീഷ് വക്താക്കൾ പറയുന്നത് ഇന്ത്യയിലെ തനതായ സംസ്കാരം, ഇന്ത്യയിൽ നിലനിന്നിരുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന സംസ്കാരമാണെന്നും സംസ്കൃത ഭാഷയുമാണെന്ന് പറയുമ്പോൾ, ആര്യൻ വിഭാഗത്തിന്റെ ഭാഷയാണെന്ന് പറയുമ്പോൾ, ഇതെല്ലാം തന്നെ യൂറോപ്പിനോട് ബന്ധപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ബന്ധപ്പെട്ട് വരുന്ന ജനവിഭാഗത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി വർത്തിച്ചതാണെന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാവുന്നതാണ് ജെയിംസ് മിൽ എന്ന് പറയുന്നത്. ജെയിംസ് മില്ലിനെ കുറിച്ച് നമുക്കറിയാം. ജെയിംസ് മില്ലിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ ചരിത്രത്തെ മൂന്നായിട്ട് തിരിക്കുകയാണ്. 1200 വരെയുള്ള ഒരു കാലഘട്ടം ആദ്യത്തായിട്ട് വരുന്ന, അത് ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഹിന്ദുക്കളുടെ ഒരു കാലഘട്ടമാണ്. 1200 ശേഷമുള്ളൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന കാലഘട്ടമാണ്. അതിനുശേഷം വരുന്നൊരു കാലഘട്ടം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത്, അതായത് ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ ഇംഗ്ലീഷുകാരുടെ കാലഘട്ടം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ കാലഘട്ടത്തിൽ, അതായത് 1200 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ കാലഘട്ടമാണെന്ന് പറയുമ്പോൾ 1200 ശേഷം മുസ്ലിങ്ങളുടെ കാലഘട്ടമുണ്ട്. അതായത് 1200 ശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഒരു പ്രധാന ശക്തിയായിരുന്നു മുസ്ലിങ്ങളെന്ന് ജെയിംസ് മിൽ പറയുകയാണ്. ആ ജെയിംസ് മില്ലിന്റെ ബുക്കിനോട് ബന്ധപ്പെടുത്തി യൂറോപ്യൻ ജനവിഭാഗങ്ങളെല്ലാം തന്നെ സമർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവർ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനവിഭാഗമായ ഹിന്ദുക്കളുടെ തകർച്ചയിലേക്ക് മുസ്ലിങ്ങളുടെ അധിനിവേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സ്വത്വബോധമാണ് നശിച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സംസ്കാരം തകർന്നിരിക്കുകയാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത്, നിലനിൽക്കുന്ന ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ നിലനിന്നു പോകുന്ന ഒരു സംസ്കാരം എന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന രണ്ട് ശക്തികളാണ്. മതപരമായും ഭാഷാപരമായും വേർപെട്ട രണ്ട് സംസ്കാരങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. രണ്ട് സമുദായങ്ങളാണ്. ഒരിക്കലും മുന്നോട്ട് ഒന്നിച്ചു പോകാൻ കഴിയാത്ത വിധം വിഭജിക്കപ്പെട്ട, മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ വിഭജിക്കപ്പെട്ട രണ്ട് ജനവിഭാഗങ്ങളായിട്ട് ഇന്ത്യയിൽ ജനവിഭാഗം മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മതത്തിന് വേണ്ടി കടിപിടി കൂടുന്ന വിഭാഗങ്ങളായിട്ടാണ് ജെയിംസ് മില്ലിന്റെ ബുക്കിനോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ചർച്ചകൾ നമുക്കറിയാം. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ ഒരു ചർച്ച വരികയാണ്. ആ ചർച്ചയുടെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ മുഹമ്മദ് ഓഫ് ഗസ്നിയെ പോലുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ മുസ്ലിങ്ങളുടെ അതിവേപനം ഉണ്ടാവുകയും ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം തകർന്നു, ചരിത്രം നഷ്ടപ്പെട്ട ജനവിഭാഗമായിട്ട് മാറി. അതായത് തീർത്തും ദുഃഖാവസ്ഥയിൽ അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാറി എന്നുള്ള രീതിയിൽ ഹൗസ് ഓഫ് കോമൺസിൽ ചർച്ചകൾ നടക്കുകയാണ്. അതിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഓഫ് ഗസ്നിയുടെ കാര്യം തന്നെയാണ്. മുഹമ്മദ് ഓഫ് ഗസ്നി സോമനാഥ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം തകർത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ഏറ്റവും ഭയാനകമായ ഒരു ജീവിത രീതിയെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംസ്കാരം, അത് ആര്യ സംസ്കാരത്തോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയുടെ തനതായ ജനവിഭാഗമായിട്ടുള്ള ഹൈന്ദവരുടെ, ഹിന്ദുക്കളുടെ ആ സംസ്കാരം വീണ്ടെടുക്കേണ്ടതുണ്ടെന്നുള്ള ഒരു വിഭാഗം, ഒരു ചിന്ത ഹൗസ് ഓഫ് കോമൺസിൽ ചർച്ചയ്ക്ക് വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവർ മുന്നോട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമുക്കറിയാം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ജനറൽ ആയിട്ടുള്ള ലോർഡ് എലൻ ബറോ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറയുന്നത് പുതിയൊരു കാര്യമാണ്. അതായത് സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഓഫ് ഗസ്നി തകർത്ത സമയത്ത് ഇവിടെയുണ്ടായിരുന്ന ചന്ദനത്തിലുള്ള അവിടുത്തെ ഗോപുരം ഗസ്നിയിലേക്ക് കൊണ്ടുപോയെന്നും ഗസ്നിയിലെ ശവകുടീരത്തിൽ അദ്ദേഹം അത് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ജനറൽ എലൻ ബറോ പറയുന്നത്, അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയ ആ ചന്ദന ഗോപുരം ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കണം. സ്ഥാപിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ സംസ്കാരം, അവരുടെ ഐഡന്റിറ്റി പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ ബ്രിട്ടീഷ് ആർമിയുടെ ജനറൽ ആയിട്ടുള്ള ജനറൽ നോട്ടിനോട് അദ്ദേഹം ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇന്ത്യയോട് ബന്ധപ്പെടുത്തി നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ നിന്ന് ചന്ദനത്തിനുള്ള ഒരു ഗോപുരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ ചന്ദനത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ആ ഗോപുരം ഇന്ത്യയിലെ
മരപ്പണിക്കാർ അല്ലെങ്കിൽ ആർട്ടിസാൻസ് അവരോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു കരവിരുതല്ല അതിലുള്ളത്. അതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലൻബറോ തട്ടിക്കുട്ടിയെടുത്ത ഒരു ഗോപുരമായിരുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ ആ ഗോപുരത്തെ ആഗ്രയിലെ കൊട്ടാരം അല്ലെങ്കിൽ അവിടുത്തെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന പ്രദേശത്ത് കൊണ്ട് സൂക്ഷിക്കുകയാണ്. അത് അവിടെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചന്ദനത്തിലുള്ള ഗോപുരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ 1951 പാകിസ്ഥാനോട് ബന്ധപ്പെടുത്തി വരുന്ന പെഷവാറിലെ 33 ലക്ഷത്തോളം വരുന്ന അവിടുത്തെ ഗോത്ര ജനത അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെതിരെ സമരപരിപാടികളുമായിട്ട് അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 51 അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് ഗസ്നി ഇന്ത്യയിൽ നിന്ന് സോമനാഥയിൽ കൊണ്ടുവന്ന ഇന്ത്യയിലെ സോമനാഥയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച ഈ ചന്ദനത്തിലുള്ള ഗോപുരം ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റിനോട് അവർ ആർഗ്യൂ ചെയ്യുകയാണ്. അവർ പറയുന്നത് അത് ഇസ്ലാമിന്റെ വിജയത്തിന്റെ അടയാളമാണ്, അതുകൊണ്ട് ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ആ സമയത്താണ് ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിലെ ജനവിഭാഗത്തിന്റെ ചരിത്രത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇംഗ്ലീഷുകാരുടെ ഒരു താല്പര്യമുണ്ട് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ആത്മീയതയോട് ബന്ധപ്പെടുത്തി വരുന്ന അവരുടെ സംസ്കാരം, ആ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ മതപരമായ ആചാരങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന സംസ്കാരം തകർച്ചയിലേക്ക് പോയതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് ഗസ്നി ആയിരുന്നു. അപ്പോൾ മുഹമ്മദ് ഗസ്നിയിൽ നിന്നും അത്തരം ഒരു കാര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ആ തകർക്കപ്പെട്ട ക്ഷേത്രം പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിൽ ആക്കിയാൽ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള അവരുടെ ഒരു ഉണർവുണ്ടാകുമെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുകയാണ്. ഇത് പറഞ്ഞു വെക്കുമ്പോഴാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമുണ്ട്, അവരാരും ഇതിനധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ച ഒരു കാര്യത്തെ സ്വീകരിച്ചുകൊണ്ട് തീവ്രമായ ഹൈന്ദവ വിശ്വാസം പുലർത്തുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ഐഡിയോളജിക്ക് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരികയാണ്. വി എൻ മൂറെ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്. വി എൻ മൂറെ സോമനാഥ എന്ന് പറയുന്ന പുസ്തകം 1942 പബ്ലിഷ് ചെയ്യുകയാണ്. അതിൽ അദ്ദേഹം കൃത്യമായിട്ടൊരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 12 വട്ടം മുഹമ്മദ് ഗസ്നി സോമനാഥ കൊള്ളയടിക്കുക മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ബലങ്ങളും അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഇന്ത്യയെ പാപ്പരാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല അതിനുശേഷം ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി നോർത്ത് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിക ഭരണാധികാരികൾ കാലാകാലങ്ങളോളം 4 നൂറ്റാണ്ടോളം സോമനാഥയെ കവർച്ചയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നിരന്തരം കവർച്ചയിലേക്ക് സോമനാഥയെ ഒരു കേന്ദ്രീകരിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയപ്പോൾ സോമനാഥയോട് ബന്ധപ്പെടുത്തി വരുന്ന അവരുടെ ആരാധനക്രമങ്ങൾ ഹിന്ദുക്കൾ ഉപേക്ഷിക്കുകയും വേറൊരു സ്ഥലത്തേക്ക് അവരുടെ ആരാധനക്രമം കൊണ്ടുപോയി എന്നാണ് വി എൻ മൂറെ പറയുന്നത്. അപ്പോൾ വി എൻ മൂറെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാവുന്നതാണ് ബി കെ താപ്പർ 1951 ഈ പറഞ്ഞ പ്രദേശത്തോട് സോമനാഥയോട് ബന്ധപ്പെടുത്തി വരുന്ന പ്രദേശത്ത് ഉത്ഖനനം നടത്തുന്നത്. അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബി കെ താപ്പറിനെ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാന വക്താവായിട്ട് പിൻകാലത്ത് മാറിയ ആ ആർക്കിയോളജിസ്റ്റ് അദ്ദേഹം അവിടെ ഉത്ഖനനം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, തകർക്കപ്പെട്ടു, അത് കൃത്യമായിട്ട് പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ബി കെ താപ്പറിൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട്, വി എൻ മൂറയുടെ നിലപാടുകളുണ്ട്. അപ്പോൾ ഇത്തരം നിലപാടുകളുടെ കൂടെ നിൽക്കുന്ന മറ്റൊരു വക്താവാണ് കെ മുൻഷി എന്ന് പറയുന്നത്. കെ മുൻഷി എന്ന് പറഞ്ഞ ഗുജറാത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഹൈന്ദവ രീതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഹൈന്ദവ സംസ്കാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള വക്താവ് കൂടിയാണ് കെ മുൻഷി. ബാവൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ബാവൺസ് എന്ന് പറയുന്നത്. അത്തരം അതിൻ്റെ എല്ലാം അപ്പലോസ്തനായിട്ടുള്ള കെ മുൻഷി. ആ കെ മുൻഷിക്ക് ഒരു താല്പര്യമുണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ ഹൈന്ദവ സംസ്കാരത്തിന്റെ യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐക്യം രൂപപ്പെടുക എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ശക്തിമത്തായിട്ട് അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് കെ മുൻഷിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സോമനാഥ ദ ഷൈൻ എറ്റേണൽ എന്ന് പറഞ്ഞ ഗ്രന്ഥം അദ്ദേഹം എഴുതുന്നത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കുറെ ആശയങ്ങളുണ്ട്. അതായത് സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നിയാൽ തകർക്കപ്പെട്ടതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങളുടെ സംസ്കാരം തകർക്കപ്പെട്ടു, ഹൈന്ദവ സംസ്കാരം പ്രത്യേകിച്ച് തകർക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. സനാതന ധർമ്മം തകർക്കപ്പെട്ടു, അതുപോലെ തന്നെ ധർമ്മ സംഹിതകളോട് ബന്ധപ്പെട്ട് വരുന്ന ആചാരങ്ങൾ
തകർക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അവരുടെ ഒരു ഉണർവുണ്ടാകണമെങ്കിൽ, പുനർജന്മം ഉണ്ടാകണമെങ്കിൽ അത് സോമനാഥ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു താല്പര്യം കെ മുൻഷി ഈ പുസ്തകത്തിലൂടെ വെക്കുകയാണ്. അപ്പോൾ ആ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് സോമനാഥ പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു താല്പര്യം ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ വേറിട്ടമുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 1951 സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കുന്നത്. അത് പുനഃസ്ഥാപിക്കുമ്പോൾ കെ മുൻഷി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ അനുമതി, കേന്ദ്ര ഭരണകൂടത്തിന്റെ ആശീർവാദം അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിന്റെ ഒരു താല്പര്യം തന്നെയായിരുന്നു സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിച്ചെന്ന് പറയുന്നത്. പക്ഷേ സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അങ്ങനെ വന്നപ്പോഴാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഈ ഒരു താല്പര്യത്തെ എതിർക്കുകയാണ്. അങ്ങനെയാണ് സോമനാഥ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ക്ഷേത്രം പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് കെ മുൻഷി എന്താണോ മുന്നോട്ട് വെച്ചൊരാശയം, സോമനാഥ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ അവരുടെ ഒരു ഐക്യം രൂപപ്പെടും, അത് ഇന്ത്യയുടെ തിരിച്ചുവരവിന് കാരണമാകുമെന്നുള്ള കെ മുൻഷിയുടെ കാഴ്ചപ്പാട് സർദാർ വല്ലഭായ് പട്ടേലും പിന്താങ്ങുകയാണ്. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും അതുപോലെ കെ മുൻഷിയുടെയും താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സോമനാഥ ക്ഷേത്രം 1951 ബന്ധപ്പെടുത്തി സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ സോമനാഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ സോമനാഥയിൽ നിന്നാണ് LQ അദ്വാനി രഥയാത്ര നടത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന യാത്രയുടെ വിശേഷം അല്ലെങ്കിൽ അതിന്റെ ചരിത്രം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ആ ഒരു യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് സോമനാഥയാണ്. ഇതാണ് സോമനാഥയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിന്റെ പ്രധാന ഏടെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സോമനാഥയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രഥയാത്ര നടത്താൻ VHP പോലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സംഘടന മുന്നോട്ട് വന്നതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അയോധ്യയോട് ബന്ധപ്പെടുത്ത ചരിത്രം, എന്താണ് അയോധ്യയ്ക്ക് അവർ കൊടുക്കുന്ന ഒരു താല്പര്യമുണ്ട്, ഒരു പ്രാധാന്യമുണ്ട്. സോമനാഥയുടെ ചരിത്രം പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ആ രഥയാത്രയോട് ബന്ധപ്പെടുത്തി അതിന്റെ അവസാനം ചെന്നെത്തുന്നത് അയോധ്യയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയോധ്യയ്ക്കും ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ചരിത്രം അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ആ ചരിത്രം എന്ന് പറയുന്നത് അയോധ്യ എന്ന് പറയുന്ന സരയൂ നദിയോട് ബന്ധപ്പെടുത്തി വരുന്ന ശ്രീരാമന്റെ ജന്മസ്ഥലമാണ്. ആ ജന്മസ്ഥലം എന്ന് പറയുന്നതിനേക്കപ്പുറം ഒരു കാലഘട്ടത്തിൽ ശ്രീരാമൻ ജനിച്ചാണെന്ന് പറയുമ്പോൾ തന്നെ സൂര്യവംശത്തിലെ ജനവിഭാഗത്തിന്റെ അവരുടെ ഈറ്റില്ലം കൂടിയാണ് അയോധ്യ എന്ന് പറയുന്നത്. ആ അയോധ്യയോട് ബന്ധപ്പെടുത്തി വരുന്നത് രാമന്റെ പ്രദേശം മാത്രമല്ല, അല്ലെങ്കിൽ രാമന് മുമ്പ് തന്നെ ശ്രീരാമന്റെ ഒരു ചരിത്രം പറയുന്നതിന് മുമ്പ് തന്നെ രാമന്റെ ചരിത്രം പേറുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ജനവിഭാഗങ്ങൾ നാഗവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ശിവനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ആരാധനാമൂർത്തിയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം ശ്രീരാമന്റെ പുത്രനായിട്ടുള്ള കുശനുണ്ട്. കുശൻ തന്നെ ശിവനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ആരാധനാക്രമം മുന്നോട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നുണ്ട്. മാത്രമല്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് അയോധ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ഷം ലഭിക്കുന്ന 7 പ്രധാന ഇടങ്ങൾ, ഇന്ത്യയിലെ 7 പ്രധാന ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് അയോധ്യ എന്ന് പറയുന്നത്. രാമന്റെ ജന്മഭൂമി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അയോധ്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് മോക്ഷം ലഭിക്കുന്ന പ്രധാന ഇടം കൂടിയാണ് അയോധ്യ. ആ രീതിയിലായിരുന്നു ഈ പറയുന്ന അയോധ്യയുടെ പ്രാധാന്യം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ ആ അയോധ്യയോട് ബന്ധപ്പെടുത്തിയാണ് അവിടെ ഒരു പള്ളി ഉണ്ടായതിന്റെ ചരിത്രമാണ് പറയുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു ചരിത്രമുണ്ട്, ബാബറിന്റെ ചരിത്രമുണ്ട്. കാരണം ബാബറിനോട് ബന്ധപ്പെടുത്തിയാണ് ബാബറി മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്ന ഒരാള് തിമൂറിനോടും അതുപോലെ ചെങ്കിസ് ഖാനോടും ബന്ധമുള്ള ഒരാളാണ്. മാതാവ് വഴി ചെങ്കിസ് ഖാനോട്, പിതാവ് വഴി തിമൂറിനുമായി ബന്ധമുള്ള ഒരാളാണ്. 1398 ഇന്ത്യ തിമൂർ ആക്രമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തിമൂറിന്റെ ആക്രമണത്തെ നമുക്ക് അപലപിക്കാൻ പറ്റി, അല്ലെങ്കിൽ അത് എതിർക്കേണ്ടതെന്നുള്ള വാദം നമുക്കുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, അതായത് സമർഖന്ദ് എന്ന് പറയുന്ന ഒരു പ്രദേശം, ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദ് എന്ന പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിമൂർ അദ്ദേഹത്തിന്റെ കോളനിവൽക്കരണം അല്ലെങ്കിൽ സാമ്രാജ്യത്വവാദം മുന്നോട്ട് വെക്കുന്നത്. ചെറിയൊരു കാലഘട്ടം മാത്രമേ ആ സാമ്രാജ്യം നിലനിന്നുള്ളൂ. ആ സമർഖന്ദിനോട് ബന്ധപ്പെടുത്തി വരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബാബറും അദ്ദേഹത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. ആ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദ് കീഴ്പ്പെടുത്തുകയാണ്. ആ കീഴ്പ്പെടുത്തിയതിന് ശേഷം കാബൂളിലേക്ക് വരുന്ന ബാബർ ഇതുപോലെ തന്നെ എന്താണോ തിമൂർ ചെയ്തത്, അല്ലെങ്കിൽ ഗോത്രജ് വിഭാഗമായിട്ടുള്ള യുദ്ധം തൊഴിലായിട്ടുള്ള ഒരു ജനവിഭാഗം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാബറും ചെയ്യുന്നുണ്ട്. ആ ബാബർ കാബൂളിൽ വന്ന് കാബൂളിന്റെ പ്രദേശങ്ങൾ കീഴടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പിൻകാലത്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്.
അവസാനത്തെ ലോധി രാജാവുണ്ട്, ഇബ്രാഹിം ലോധി. ആ ഇബ്രാഹിം ലോധിയുടെ എന്താ പറയുന്നത് ഗവർണറായിട്ടുള്ള ദൗലത് ഖാൻ ലോധി ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന എന്താണ്? ഒരു അക്രമകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയെ, അക്രമകാരിയായിട്ടുള്ള ഒരു ഗോത്ര നേതാവിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ്. ചെങ്കിസ് ഖാനെ നമുക്ക് എതിർക്കേണ്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം പേറുന്ന സമൂഹം തിമൂറിനെയും എതിർക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ആ ചെങ്കിസ് ഖാനെ എതിർക്കുമ്പോഴും തിമൂറിനെ എതിർക്കുമ്പോഴും, അതായത് നമ്മുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ള കൊലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ കൊള്ളയെ ഉപജീവന മാർഗമായി കാണുന്ന ഒരു ജനവിഭാഗത്തിന്റെ ചെയ്തികൾ, അതിനെ എതിർക്കുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ ബാബറെ എതിർക്കേണ്ടത്. ബാബർ എന്ന് പറയുന്ന ഒരാള് 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ, ആ യുദ്ധത്തോട് ബന്ധപ്പെടുത്തി അദ്ദേഹം ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഡൽഹിയും അഗ്രയും മാൾവയും എല്ലാം കീഴടക്കി. തൊട്ടടുത്ത വർഷം, അതായത് 24 അദ്ദേഹത്തിന് ക്ഷണം കിട്ടുന്നത്. 22 വർഷം കൊണ്ട് ഇന്ത്യയിലെ സാമ്രാജ്യത്തിന് അടിത്തറയിടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇസ്ലാമികമായിട്ടുള്ള ഒരു രീതി, അതായത് ഇസ്ലാമിൽ ഉണ്ടെന്ന് പറയുന്ന സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വായ്പുമായി നടക്കുന്ന ഒരാളായിരുന്നില്ല. അക്രമം, അതായത് കൊള്ള അല്ലെങ്കിൽ പിടിച്ചെടുക്കൽ ഒരു വക്താവായിരുന്നു. അതിന്റെ ഒരു അടയാളമായിരുന്നു ബാബർ എന്ന് പറയുന്നത്. 1526 പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. 1528 അദ്ദേഹത്തിന്റെ ജനറലായിട്ടുള്ള മീർ ബക്കി അയോധ്യയിൽ ബാബറിന് വേണ്ടി പള്ളി പണിയുന്നത്. അതായത് അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ മോക്ഷസ്ഥാനമാണെന്ന രീതിയിൽ അവിടെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശം, ആ ഒരു പ്രദേശത്ത് ഒരു പള്ളി പണിതതിനു ശേഷം ആ പള്ളി ബാബറിൻ്റെതാണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തുർക്കി വിഭാഗമായിട്ടുള്ള ഗോത്ര ജനതയുടെ അല്ലെങ്കിൽ അക്രമം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗത്തിന്റെ അടയാളമായിട്ടാണ് ബാബർ മസ്ജിദ് കാണേണ്ടത്. കാരണം ബാബർ ഇന്ത്യയിൽ വന്നിട്ട് അധികം നാളുകളായിട്ടില്ല. 1526 ഉണ്ടാകുന്ന യുദ്ധം വെറും 2 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ സാമ്രാജ്യത്തിന് തുടക്കമിട്ട ഒരാളുടെ പേരിൽ ഒരു പള്ളി ഉണ്ടാകുമ്പോൾ ആ പള്ളി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന വിഭാഗങ്ങളെ തച്ചുടച്ച് അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി ഇവിടെ ഒരു ഭരണം കാഴ്ചവെച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ടാണ് മീർ ബക്കി ആ പള്ളി സ്ഥാപിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിൽ ഉണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള നന്മകൾ, ആ നന്മകളെ മുൻനിർത്തിയല്ല ബാബർ ആ പള്ളി പണിയുന്നത്. അപ്പോൾ ബാബർ എന്ന് പറയുന്നത് ഒരു അക്രമകാരിയായിരുന്നു. തിമൂറിനെ എതിർക്കുന്ന പോലെ നമുക്കറിയാം, ഈ മംഗോളിയന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബാൽബനോട് ബന്ധപ്പെടുത്തി ഇൽത്തുമിഷിനോടൊക്കെ ബന്ധപ്പെടുത്തി ഒരു ചരിത്രം പറയുന്നുണ്ട്. അത്തരം മംഗോളിയന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ എതിർത്ത് തോൽപ്പിച്ചതിന്റെ ചരിത്രം മഹത്തരമെന്ന രീതിയിലാണ് പറയുന്നത്. മാക്കിയർ കിങ് എന്നാണ് മുഹമ്മദിനെ പറയുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജകുമാരായിരുന്നു ഈ പറഞ്ഞ ഡൽഹി സുൽത്താനോട് ബന്ധപ്പെടുത്തി വരുന്നത്. അദ്ദേഹത്തെ പറയുന്നത് എന്താണ്? ദൈവമാർഗത്തിൽ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച അല്ലെങ്കിൽ രക്തസാക്ഷിയായിട്ടുള്ള ഒരാളായിട്ടാണ് മുഹമ്മദിനെ പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആൾക്കാരുകളെല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള അക്രമകാരികളാണ്. ആ കൂട്ടത്തിലായിരുന്നു ബാബർ. ആ രീതിയിലാണ് നമ്മൾ ബാബറെ കണക്കാക്കേണ്ടത്. ഒരു ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തിയ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയോട് ബന്ധപ്പെടുത്തി വരുന്ന ചരിത്രമല്ല ഈ പറഞ്ഞത്. ബാബറിനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ചരിത്രത്തിന് ഈ ഒരു കാര്യമുണ്ട്. ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി ലോകം തന്നെ ആരാധനാലയങ്ങളാണ് അല്ലെങ്കിൽ പള്ളിയാണെന്ന് പറയുമ്പോൾ അക്രമകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരി, അതും ഇന്ത്യയിലെ പ്രദേശങ്ങൾ കൊള്ളയിടിച്ച് ആ രീതിയിലുള്ള സാമ്രാജ്യം വളർത്തിയെടുത്ത ഒരാളുടെ പേരിലാണോ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം നിലനിൽക്കേണ്ടതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ ഞാൻ പറഞ്ഞു വെക്കുന്നത് തുളസീദാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ രാമനോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, രാമൻ എന്ന് പറയുന്ന രാമായണത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമല്ല. കാരണം രാമായണം എഴുതപ്പെട്ടിട്ടുള്ള സംസ്കൃതത്തോട് ബന്ധപ്പെടുത്തിയ ഭാഷയിലാണ് നിൽക്കുന്നത്. സംസ്കൃതം എന്ന് പറയുന്ന ഒരു മാസ് കമ്മ്യൂണിറ്റിയുടെ ലാംഗ്വേജ് അല്ല, അതൊരു എലൈറ്റ് ക്ലാസിൻ്റെതാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ കൊട്ടാരങ്ങളോട് ബന്ധപ്പെടുത്തി വരുന്ന വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഈ സംസ്കൃതം എന്ന് പറയുന്നത്. അപ്പൊ സംസ്കൃതത്തിലുള്ള രാമായണത്തോട് ബന്ധപ്പെടുത്തി വരുന്ന രാമനെ കുറിച്ചൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കൊന്നും അത്രയധികം വലിയ അറിവുകളൊന്നുമില്ല. ഇവിടെ പറഞ്ഞു വെക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ തുളസീദാസിനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ഭക്തകവിയുണ്ട്. രാമാനന്ദന്റെ ശിഷ്യനായിട്ടുള്ള രാമാനന്ദൻ എന്ന് പറയുന്നതും ഈ പറയുന്ന രീതിയിലുള്ള എന്താ പറയുന്നത് രാമനോട് ബന്ധപ്പെടുത്തി വരുന്ന ഭക്തകവിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വരുന്ന തുളസീദാസ് ഉണ്ട്. ഈ തുളസീദാസ് ഹിന്ദി ഭാഷയിൽ, അതായത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ, ഹിന്ദി ഭാഷയിൽ അദ്ദേഹം രാമചരിതമാനസം എന്ന പേരിൽ രാമായണം തർജ്ജമ ചെയ്യുകയാണ്. അങ്ങനെ തർജ്ജമ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളിൽ
ബഹുഭൂരിപക്ഷവും അത് വായിക്കാൻ ശ്രമിക്കുന്നു, നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെടുത്തി. അങ്ങനെയാണ് രാമചരിതം രചിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പറയുന്ന രീതിയിലുള്ള രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണെന്നും അതുപോലെ തന്നെ ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് തുളസീദാസ് പറഞ്ഞു വെക്കുകയാണ്. അതുവരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല. രാമൻ എന്ന് പറയുന്ന ഒരു സൂര്യവംശത്തോട് ബന്ധപ്പെടുത്ത രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ദൈവത്തിന്റെ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറഞ്ഞു വെക്കുന്നത് തുളസീദാസാണ്. അപ്പൊ തുളസീദാസിന് ശേഷമാണ് രാമനോട് ബന്ധപ്പെടുത്തി വരുന്ന അല്ലെങ്കിൽ ലക്ഷ്മണനോട് ബന്ധപ്പെടുത്തി വരുന്ന സീതയോട് ബന്ധപ്പെടുത്തി വരുന്ന ക്ഷേത്രങ്ങളെല്ലാം രൂപീകരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിന് ശേഷം, ഈ 15-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമേ രാമനോട് ബന്ധപ്പെടുത്തി വരുന്ന ക്ഷേത്രം അയോധ്യയോട് ബന്ധപ്പെടുത്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളൂ. മാത്രമല്ല, ഫാഹിയാൻ എന്ന് പറയുന്ന സഞ്ചാരിയെ കുറിച്ച് നമുക്കറിയാം. ഫാഹിയാൻ എന്ന് പറയുന്നത് 405 411 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ചൈനീസ് സഞ്ചാരിയാണ്, ബുദ്ധ ഭിക്ഷുവാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ബുദ്ധനോട് ബന്ധപ്പെടുത്തി വരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക, ബുദ്ധമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രന്ഥങ്ങൾ ശേഖരിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം അയോധ്യയിൽ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഫാഹിയാൻ പറഞ്ഞു വെക്കുന്നത്, 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ഫാഹിയാൻ പറയുന്നത്, അയോധ്യയിൽ വരുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ബുദ്ധവിഹാരങ്ങളുണ്ട്, ക്ഷേത്രങ്ങളോ കൊട്ടാരങ്ങളോ അദ്ദേഹം കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് 5-ാം നൂറ്റാണ്ടിലും ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങളോ രാമനോട് ബന്ധപ്പെടുത്തി ഒന്നും ഇതിനെ കാണാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് അയോധ്യയുടെ ചരിത്രം പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, രാമായണത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അയോധ്യയെ ബന്ധപ്പെടുത്തുമ്പോൾ അത് എല്ലാ ജനവിഭാഗങ്ങളും അതിൻ്റെ ഒരു പൗരാണിക കാലഘട്ടം തൊട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല, അത് പിൻകാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ബാബറിന്റെ പള്ളി അവിടെ നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ചരിത്രം ബാബറിനോട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് വരുന്നത് നമുക്ക് ചിന്തിക്കാം. മീർ ബക്കി എന്ന് പറയുന്ന ഒരാൾ സ്ഥാപിച്ചതാണെങ്കിലും അതിനെപ്പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഫ്രാൻസിസ് ബുഖാൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് ബുഖാൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അവിടെ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ അദ്ദേഹം അതിന്റെ ഒരു പരിശോധന നടത്തുമ്പോൾ അവിടെയുള്ള ചില ലിഖിതങ്ങളിൽ ഈ പള്ളി മീർ ബക്കി ഈ ബാബറിന് വേണ്ടി സമർപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന ഒരു ക്ഷേത്രം ഈ പറയുന്ന ഒരു സമുച്ചയം, ഈ ഒരു പള്ളിയോട് ബന്ധപ്പെട്ട് വരുന്ന സമുച്ചയം ഈ പറഞ്ഞ ബാബറിന്റെ പേരിലാണെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വേറൊരു കാര്യമുണ്ട്. കാരണം ഇതിനൊക്കെ മുമ്പായിരുന്നു ജയ്സിംഗ് എന്ന് പറയുന്ന, സവായ് ജയ്സിംഗ് എന്ന് പറയുന്ന ഒരു രജപുത്ര രാജാവുണ്ട്. ആ രജപുത്ര രാജാവ് എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ മതവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളെല്ലാം അദ്ദേഹം പർച്ചേസ് ചെയ്യുകയും അവിടെയെല്ലാം അവരുടെ ആരാധനക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അയോധ്യയിലെ ഇത്തരമൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കാരണം മോക്ഷം കിട്ടുന്നൊരു പ്രദേശം, അതുപോലെ ശ്രീരാമന്റെ ജന്മവുമായി ബന്ധപ്പെട്ട പ്രദേശം, സൂര്യവംശത്തിന്റെ ഉദയം കൊണ്ടൊരു പ്രദേശം, ആ രീതിയിലെല്ലാം അവിടെ ഒരു ആരാധനക്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം അവിടെ ഉള്ള ഹിന്ദു മതവിശ്വാസികൾക്ക് ആ പ്രദേശം പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വിലയ്ക്ക് വാങ്ങി അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ പറഞ്ഞ് ജന്മസ്ഥാൻ എന്ന് പറയുന്ന ഒരു പേരിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അയോധ്യയിലെ ജന്മസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം മതവിശ്വാസം മുന്നോട്ട് പോകുമ്പോഴാണ് പിൻകാലത്ത് ഫ്രാൻസിസ് ബുക്കാനൻ പറയുന്നു, ഈ പള്ളി എന്ന് പറയുന്നത് ബാബറിന്റെ പേരിലാന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹിന്ദു മതവിശ്വാസികൾ ഒരു തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു അറിവ് ലഭിക്കുകയാണ്. അവർ പറയുന്നത്, ഇത് ബാബറിന്റെ പേരിൽ ഒരു പള്ളിയാണെങ്കിൽ ഈ പള്ളി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നശിപ്പിച്ച് അല്ലെങ്കിൽ കൊള്ള ചെയ്ത് ഞങ്ങളെല്ലാം പുറത്താക്കിയതിനു ശേഷം സ്ഥാപിച്ചൊരിടമാണെന്നുള്ള രീതിയിൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കാര്യങ്ങൾ. ഇങ്ങനെ പോകുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്ന കാര്യങ്ങളായിട്ട് പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ആ പ്രദേശത്ത് ആരാധനക്രമങ്ങൾ വേണമെന്നുള്ള രീതിയിൽ ഹിന്ദുക്കൾ മുന്നോട്ട് വരുമ്പോഴാണ് രാം ചബൂത്ര എന്ന പേരിൽ പള്ളിയോട് ബന്ധപ്പെടുത്തി വരുന്ന കോമ്പൗണ്ടിന് പരിസരത്ത് രാം ചബൂത്ര എന്ന പേരിൽ ഇവരുടേതായിട്ടുള്ള ആരാധനക്രമങ്ങൾ അല്ലെങ്കിൽ അത്രം രാമനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ആരാധനക്രമം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1855 കാലഘട്ടങ്ങൾ ഈ വിഭാഗങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അയോധ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന 2.77 ഏക്കർ ഭൂമിയിൽ രണ്ട് വിഭാഗങ്ങളുടെ കിടമത്സരങ്ങൾ വേദിയായിട്ട് മാറുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഹിന്ദുക്കളുടെ പ്രദേശമായിട്ട് രാം ചബൂത്രയും മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട പ്രദേശമായിട്ട് ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലവും ഇവർ തമ്മിൽ സ്പർദ്ധ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു വേലി നിർമ്മിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇതിനെ വേർതിരിക്കുകയാണ്. 1855 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അതിനുശേഷം 85 ആകുമ്പോൾ അപ്പോൾ വേലിയുടെ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾക്കുള്ള ആധിപത്യം അല്ലെങ്കിൽ അവർക്ക് ഈ ആരാധനാ സ്വാതന്ത്ര്യം, മറുഭാഗത്ത് മുസ്ലിങ്ങൾക്കുമാണുള്ളത്. 1885 കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന രാം ചബൂത്രയിലെ അവിടുത്തെ പുരോഹിതൻ
അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അദ്ദേഹം പറയുന്നത് രാംചബൂത്രയോട് ബന്ധപ്പെടുത്തി അവിടെ ആരാധന നടത്താൻ വേണ്ടി ഒരു ക്ഷേത്രം പണിയണം. ആ ക്ഷേത്രം പണിയാനുള്ള അവകാശത്തിന് വേണ്ടി അദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കോടതി എന്താ പറയുന്നത്? കോടതി പറയുന്നത് പുതിയ കാര്യങ്ങളൊന്നും നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല, പഴയ രീതിയിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതായത് രാംചബൂത്രയോട് ബന്ധപ്പെടുത്തിയും അതുപോലെ തന്നെ പള്ളിയോടും ബന്ധപ്പെടുത്തി ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധനക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ സമൂഹങ്ങളോട് കോടതി കൽപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ 1941 ഒരു കാര്യം നടക്കുന്നുണ്ട്. അവിടെയാണ് ഇതിന്റെ ഗതി മാറുന്നത്. 1949 അവിടെ രാംചബൂത്രയിൽ നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങെന്ന് പറയുന്നത് 9 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണ പരമ്പരയാണ്. ഈ പരമ്പര എന്ന് പറയുന്നത് രാമചരിത മാനസമാണ്. പറഞ്ഞു വെക്കുന്നത് സംസ്കൃതത്തിലുള്ള രാമായണ പരമ്പരയല്ല അവിടെ നടക്കുന്നത്, ഹിന്ദി ഭാഷയിലുള്ള തുളസീദാസിനോട് ബന്ധപ്പെടുത്തി വരുന്ന രാമചരിത മാനസത്തിന്റെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ പരമ്പരയാണ് നടക്കുന്നത്. അതായത് ഈ ഇത്തരം വിശ്വാസികൾ രാമനെ കുറിച്ചും സീതയെക്കുറിച്ചും കൂടുതൽ അറിയാൻ കഴിഞ്ഞത് തുളസീദാസിനോട് ബന്ധപ്പെടുത്തി വരുന്ന ആ ഒരു കൃതിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ പരമ്പര നടക്കുന്ന സമയത്ത് ഡിസംബർ മാസം 22-ാം തീയതി രാത്രി അവിടെ ഉണ്ടാകുന്ന ചില ആൾക്കാർ രാത്രി പള്ളിയിൽ പ്രവേശിക്കുകയാണ്. അതായത് പള്ളിയിൽ കയറാൻ അവകാശമില്ല. രാത്രി പള്ളിയിൽ പ്രവേശിച്ച് 3 താഴികക്കുടങ്ങളുണ്ട്. ആ താഴികക്കുടങ്ങളുടെ നടുക്കുള്ള താഴികക്കുടത്തിന്റെ താഴെ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പ്രതിമ സ്ഥാപിക്കുകയാണ്. പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം അവർ തിരിച്ചു വരുന്നു. നേരം വെളുക്കുന്നു. അതായത് 1949 ഡിസംബർ മാസം 23 എന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തോട് ബന്ധപ്പെടുത്തി വരുന്ന പുതിയൊരു തലത്തിലേക്ക് എത്തുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാംചബൂത്രയോട് ബന്ധപ്പെടുത്തി രാമക്ഷേത്രം നിർമ്മിക്കണമെന്നുള്ള ഒരു വാദഗതി തൊട്ടടുത്ത ദിവസം, അതായത് 23 എന്ന് പറയുന്നത് ഡിസംബർ 23 എന്ന് പറയുമ്പോൾ അത് മാറുകയാണ്. സ്വയംഭൂവായിട്ട് ഭഗവാൻ ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ രൂപപ്പെട്ടു. എവിടെയാണ്? പള്ളിയുടെ നടുക്കുള്ള താഴികക്കുടത്തിന് താഴെ എന്ന് പറയുമ്പോൾ പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്നൊരു വാദഗതിയാണ് മുന്നോട്ട് വെക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് സ്വയംഭൂവായിട്ടുള്ള ദൈവങ്ങളെ കാണാൻ വേണ്ടി ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഹിന്ദുക്കൾ അങ്ങോട്ട് ഒഴുകുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തോട് ബന്ധപ്പെടുത്തി അതുവരെ നിലനിന്ന് പോരുന്ന അവരുടെ ആരാധനക്രമമായി നിലനിന്ന് പോകുന്ന ഒരു പ്രദേശത്തേക്ക് തൊട്ടടുത്ത് മറ്റൊരു ആരാധനക്രമമായി നിലനിന്ന് കടന്നു വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പ്രശ്നങ്ങൾ വ്യാപിക്കുമ്പോൾ അന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലുണ്ട്. അദ്ദേഹം ഇതിൽ ഇടപെടുകയാണ്. ഈ രണ്ടുപേരും ചേർന്നുകൊണ്ട് അവിടെയുള്ള അയോധ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന അവിടുത്തെ പ്രാദേശിക അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തോട് പറയുന്നത് ക്ഷേത്രത്തിന്റെ പേരിൽ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്തുമാറ്റാനാണ് പറയുന്നത്. എടുത്തുമാറ്റിയില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ മുഖ്യമന്ത്രി അതിനൊരു കൽപ്പന കൊടുക്കേണ്ടതാണ്. അദ്ദേഹം ചെയ്യുന്നത് ഫാസിയാബാദിനോട് ബന്ധപ്പെടുത്തി വരുന്ന അല്ലെങ്കിൽ അയോധ്യയോട് ബന്ധപ്പെടുത്തി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ സ്ഥിരാകേന്ദ്രം തൊട്ടടുത്ത പ്രാദേശികമായ സ്ഥിരാകേന്ദ്രമാണ് ഫാസിയാബാദ്. അതിന്റെ കീഴിൽ വരുന്നതാണ് അയോധ്യ. അപ്പോൾ ഫാസിയാബാദിലെ ജില്ലാ കമ്മീഷണർ ആയിട്ടുള്ള അത് മലയാളിയായിട്ടുള്ള കെ നായരോട് ഈ കാര്യം പറയുകയാണ്. അതായത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. കെ നായർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മുഖ്യമന്ത്രിയോടും ഭരണകൂടത്തോടും അദ്ദേഹം പറഞ്ഞു ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങൾ എടുത്തു മാറ്റിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം ഹിന്ദുക്കൾ അടങ്ങിയിരിക്കില്ല, അത് കൂടുതൽ വർഗീയ ലഹളയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പേരിൽ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ അവിടെ തന്നെ വെക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താ പറയുക, മലയാളിയായിട്ടുള്ള ഫാസിയാബാദിലെ ജില്ലാ കമ്മീഷണറുടെ തീരുമാനപ്രകാരം അദ്ദേഹം എടുത്ത ഒരു നടപടി പ്രകാരമാണ് പള്ളിയിൽ ഈ പറയുന്ന ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്താ പറയുന്ന ആരാധനാ ക്രമത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബിംബങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അത് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എടുത്തു മാറ്റേണ്ടതായിരുന്നു എങ്കിൽ പോലും അത് എടുത്തു മാറ്റാനുള്ള ഒരു അനുമതി കെ നായർ കൊടുക്കുന്നില്ല. അദ്ദേഹം കൊടുത്തില്ല എന്ന് മാത്രമല്ല, എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ 1949 പ്രശ്നം ഗുരുതരമാകുന്നതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ ആരാധനക്രമങ്ങൾ അവിടെ തുടർന്നും പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്നു വന്നപ്പോൾ പള്ളിയോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു പ്രദേശം അടച്ചിടുകയാണ്. പിന്നീട് ഇത്തരമൊരു അവകാശം അല്ലെങ്കിൽ രാമനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ ഹിന്ദുക്കൾ മുന്നോട്ട് വെക്കുകയാണ്. ആ മുന്നോട്ട് വെക്കുന്നതിന്റെ ഭാഗമായിട്ട് നിർമോഹി അഖാര എന്ന് പറയുന്ന
ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ രാമന്റെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ള ഒരു വിഭാഗമാണ് നിർമോഹി അഖാര എന്ന് പറയുന്നത്. അവർ പുതിയൊരു ആശയം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി വരുന്ന പള്ളിയോട് ബന്ധപ്പെടുത്തി വരുന്ന ഹൈന്ദവ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ, അതിനുള്ള അവകാശങ്ങൾ അവർക്ക് കൊടുക്കണമെന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ ഇതിനെ എതിർത്തപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരും ഇതിനെ എതിർത്തുകൊണ്ട് സുന്നി വഖഫ് ബോർഡും രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ എന്താ ചെയ്യുന്നത്? രണ്ട് കൂട്ടുകാർക്കും അവകാശം വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഈ സമയത്താണ് 1986 ക്ഷേത്രത്തിൽ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഹിന്ദുക്കൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ആരാധന സ്വാതന്ത്ര്യം, ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി എന്ന് പറയുന്നത് പള്ളിയിൽ ആരാധന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവിടെ കയറി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം 1986 ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നങ്ങൾക്ക് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഇതിനെ തടയിടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാസിയാബാദിനോട് ബന്ധപ്പെടുത്തി വരുന്ന കോടതിയിൽ നിലനിന്നിരുന്ന അത്തരം കേസുകളെല്ലാം പിന്നീട് അലഹാബാദിലെ ഹൈക്കോടതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറുമ്പോൾ അവിടെ 3 കക്ഷികളാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. ഒന്നെന്ന് പറയുന്നത് നിർമോഹി അഖാര എന്ന് പറയുന്ന ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് പറയുന്നത് വഖഫ് ബോർഡ്, സുന്നി വഖഫ് ബോർഡാണ്. മൂന്നെന്ന് പറയുന്നത് രാംലല്ല വിരാജമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ആ രാംലല്ല വിരാജമൻ എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീരാമൻ തന്നെയാണ്. കാരണം ശ്രീരാമന്റെ ജന്മഭൂമിയാണെന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, അപ്പോൾ ശ്രീരാമന്റെ ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിക്ക് ഇത്തരം കാര്യങ്ങൾ എന്ത് തെളിവുകൾ നൽകാൻ പറ്റും എന്നുള്ള രീതിയിൽ 3 കക്ഷികളെ ചേർത്തുകൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഉണ്ടാകുന്ന കോടതി വിധികൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പറഞ്ഞു വെക്കുന്നത് 1990 പ്രത്യേകതയുണ്ട്. ആ 90 നടക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളറിയാം, ഈ പറയുന്ന സോമനാഥയിൽ നിന്നും അയോധ്യയിലേക്ക് എൽകെ അദ്വാനിയുടെ കീഴിൽ VHP ഒരു രഥയാത്ര നടത്തുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ എൽകെ അദ്വാനിയുടെ കീഴിൽ ആ രഥയാത്ര നടത്തുമ്പോൾ ആ രഥയാത്ര അയോധ്യയിൽ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചിലരെങ്കിലും ഇന്ത്യയിൽ നിന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ രഥയാത്ര ബീഹാറിൽ എത്തുമ്പോൾ ലാലു പ്രസാദ് യാദവ് അതിനെ തടയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വെടിവെപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ വെടിവെപ്പ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് 15 കർസേവകർ മരിക്കുന്നുണ്ട്. ആ കർസേവകർ മരിച്ചു കഴിയുമ്പോൾ ആ രഥയാത്ര അവിടെ തടയപ്പെടുകയാണ്. അപ്പോൾ പിന്നീട് രഥയാത്ര എന്ന് പറയുന്നത് സോമനാഥയിൽ നിന്ന് തുടങ്ങി അയോധ്യയിൽ അവസാനിക്കേണ്ടതായിരുന്നു. തുടർന്ന് 1992 ഡിസംബർ മാസം 6-ാം തീയതി ഈ തർക്കഭൂമിയോട് ബന്ധപ്പെട്ട് വരുന്നതിന്റെ പരിസരത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ കല്ലിടുന്നതിനോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ചില മതപരമായ ചടങ്ങുകൾക്കുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അനുമതി ഈ പറയുന്ന VHP മേടിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് കർസേവകരാണ് അവിടെ തടിച്ചുകൂടിയത്. ആ കർസേവകരെല്ലാം 1.5 ലക്ഷത്തോളം വരുന്ന കർസേവകരെല്ലാം ഈ പറയുന്ന ഡിസംബർ 6-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഈ പറയുന്ന പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പള്ളി തകർക്കപ്പെട്ടത്. ഈ ഒരു ചരിത്രവും നമ്മുടെ കൺമുന്നിലുണ്ട്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് സോമനാഥ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നും ഒരു രഥയാത്ര നടത്തിയത് കൊണ്ടാണ് അയോധ്യ എന്ന് പറയുന്ന ഒരു ആരാധനാലയം തകർക്കപ്പെട്ടത്. സോമനാഥ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ, ആ ഓർമ്മകളോട് ബന്ധപ്പെടുത്തി ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി വരുന്നതിന്റെ അധിനിവേശത്തിന്റെ ചരിത്രം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അതിൽ നിന്നും ഇന്ത്യയുടെ സംസ്കാരം കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണെന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ KM മുൻഷിയെ പോലുള്ള ആൾക്കാരുടെ ലിഖിതങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ ബലത്തിലും BK താപ്പറിന്റെ ഉത്ഖനനത്തോട് ബന്ധപ്പെടുത്തുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1990 സോമനാഥ ക്ഷേത്രം വീണ്ടെടുത്തപ്പോൾ അത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഐഡന്റിറ്റിയുടെ തുടക്കമാണെന്നും വീണ്ടെടുക്കലിന്റെ തുടക്കമാണെന്നും ആ ഐഡന്റിറ്റിയിൽ നിന്നും ഉള്ള തുടക്കത്തിൽ നിന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത എല്ലാ ആരാധനാലയങ്ങളും ഞങ്ങൾ തിരിച്ചെടുക്കുമെന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് എൽകെ അദ്വാനി 1990 സോമനാഥയിൽ നിന്നും അയോധ്യയിലേക്ക് രഥയാത്ര നടത്തിയത്. അപ്പോൾ സോമനാഥയിൽ നിന്ന് രഥയാത്ര നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറം നാട്ടുകാരനായിട്ടുള്ള ഒരു പടയാളി അല്ലെങ്കിൽ കൊള്ളക്കാരനായിട്ടുള്ള മുഹമ്മദ് ഗസനി എന്ന് പറയുന്ന ഒരാളാൽ തകർക്കപ്പെട്ട ഇന്ത്യയിലെ ഹൈന്ദവരോട് ബന്ധപ്പെടുത്തി വരുന്ന അവരുടെ സംസ്കാരത്തിന്റെ മ്യൂനച്യുതി അത് വീണ്ടെടുത്ത് ആ ക്ഷേത്രം പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ്. അപ്പോൾ അത് തുടക്കം മാത്രമാണ് സോമനാഥയുടെ ആ ക്ഷേത്രത്തിന് പുനഃസ്ഥാപനം. അവിടെ നിന്നും
ആ ഒരു രഥയാത്ര നടത്തുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കുള്ള ഒരു താക്കീതാണ്. കാരണം ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരാധനാലയങ്ങളും ഞങ്ങൾ വീണ്ടെടുക്കുമെന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് അത്തരം ഒരു രഥയാത്ര സോമനാഥയിൽ നിന്ന് നടത്തിയത്. സോമനാഥയിൽ നിന്നും ഈ പറയുന്ന അയോധ്യയിലേക്കുള്ള രഥയാത്ര യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ള ഒരു താക്കീതാന്ന് പറയുമ്പോൾ ഇനിയും ആ രഥയാത്രയോട് ബന്ധപ്പെടുത്തി, ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആരാധനാലയങ്ങൾ ഇനിയും പിടിച്ചെടുക്കുമെന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയായിരുന്നു 1990 ആ രഥയാത്ര എന്ന് പറയുന്നത്. സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബറിൽ അവസാനിക്കുന്ന ആ പദ്ധതിയിൽ പക്ഷേ ലാലു പ്രസാദ് യാദവിനോട് ബന്ധപ്പെടുത്തി ഒരു ഭരണാധികാരി തടയിട്ടപ്പോൾ 1992 വീണ്ടും അവർക്ക് ഒന്നിച്ചുകൂടാനും ആ ഒരു പള്ളി തകർക്കാനും അതിന്റെ ഭാഗമായിട്ട് ഇന്ന് മറ്റൊരു ക്ഷേത്രം അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സോമനാഥയിൽ നിന്നും അയോധ്യയിലേക്കുള്ള ദൂരം അത് വലുതല്ല. അതുപോലെ തന്നെ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആ ഒരു ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തിന്റെ രാഷ്ട്രീയമായ ഒരു അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയുടെ തുടക്കവും അവസാനവും സോമനാഥയുടെ യാത്രയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സോമനാഥയിൽ നിന്നും അയോധ്യയിലേക്കുള്ള ദൂരം അത് മനുഷ്യ മനസാക്ഷിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ ഒരു വെള്ളിടിയായിട്ട് ഇന്ന് അവശേഷിക്കും. നന്ദി, നമസ്കാരം.